നമസ്കാരം, ഞാൻ മൃണാൾ. ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് മന്തിയിലേക്ക് സ്വാഗതം. അതിന് മുമ്പായി ഒരു കബാബ് ഉണ്ട്, മട്ടൻ കബാബ് ഓർഡർ ചെയ്ത് വെയിറ്റർ വന്ന് ചിക്കൻ കബാബ് എന്ന് പറഞ്ഞപ്പോൾ വിഷമിച്ചു പോയി. വെയിറ്റർക്ക് തെറ്റിയതാ, അത് മട്ടൻ തന്നെയാണ്. മൂക്കിൽ മസാലയായി. കേരള മസാല ചൈനീസ് മസാലകൾ മിക്സ് ചെയ്തിട്ട് മട്ടനിൽ തേച്ചതാണ്. അപ്പോൾ വിചാരിക്കണ്ടോ ഇങ്ങനത്തെ സോറി ഇങ്ങനത്തെ കോല് കുത്തിയാലേ ഇങ്ങനെ കടിച്ച് എങ്ങനെ എടുക്കും, ഇങ്ങനെ കഴിക്കണമായിരിക്കും അല്ലേ? ഓ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ പുറത്തെടുത്തിട്ട് ഇങ്ങനെ കഴിക്കണമായിരിക്കും അല്ലേ? ഇവരും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവുണ്ടായി. ഇത് ടോപ്പ് ഐഡിയാണല്ലോ. ഇത് മയണൈസ് ആയിരിക്കും, ഇത് തഹീനി ആയിരിക്കണേ. ഇത് മീനാക്ഷിയുടെ നാടാണ് കേട്ടോ. ഇത് തട്ടിപ്പാണിക്കരുത്, അല്ലാതെ ഇപ്പോൾ ഒരു നാട്ടിലും തട്ടിപ്പാണിക്കരുത്. പ്രോപ്പർ ഒരു അറബിക് ഡിപ്പ്, ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റ്. താങ്ക് യു. വിളമ്പി തരാനുള്ള ആൾക്കാരുടെയൊക്കെയോ ഭയങ്കര സർവീസാണ്. നമ്മൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ ഗ്ലാസ് താഴ്ന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് ചോദിക്കും വെള്ളം ഒഴിക്കട്ടെ കിട്ടില്ല. പിള്ളേരും വളരെ നാളായി മര്യാദ ഒരു അറേബ്യൻ ഡിപ്പ് ഏതെങ്കിലും ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ട്. വളരെ നാളായി. എനിക്ക് ആക്ച്വലി നാട്ടിൽ മര്യാദക്ക് ഒരു അറേബ്യൻ സംഭവത്തിനോട് കുറച്ചെങ്കിലും അടുത്ത് നിൽക്കുന്നതിന് തോന്നിയിട്ടുള്ളത് അൽത്താസയുടെ മറ്റേ ഫലാഫൽ സാൻഡ്വിച്ചല്ലേ, അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പൊതുവെ അറേബ്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെ പോകാറില്ല. അവിടെ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റിയും ടേസ്റ്റും മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ക്വാളിറ്റി ഭയങ്കര കോംപ്രമൈസ്ഡ് ആവും. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരനോ ഫ്രണ്ടോ കൂടെ പഠിച്ച ആളോ ഒരു ബന്ധുവോ ഒരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഞാൻ സമീപിക്കുക? This is extraordinary. Holy. Oh. അനാവശ്യമായിട്ട് ഒരു എരിവ് ബുദ്ധി കേട്ടിട്ടില്ല. റൈസ് കുറച്ചുകൂടെ നന്നാവും. റൈസിൻ്റെ വേവ് ഭയങ്കര കുറവാണ്. മന്തിയാകുമ്പോൾ ഇങ്ങനെ പൂ പോലെ ചതറണ്ടേ. സൈഡ് കൊള്ളാം. എൻ്റെ മുമ്പുള്ള ബിസിനസ്സിൽ കാര്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. കൺസൾട്ടൻസി ബിസിനസ് എവിടേക്കുള്ള ക്ലയൻസ് അവർക്കാർക്കും ഞാനത് ചെയ്യുന്നതെന്ന് പോലും വലിയ ധാരണയില്ല. എൻ്റെ വൈഫിന് ഒരു ധാരണയില്ല. ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടത്ര ഫ്രൈ ആയിട്ടില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ബിക്കം വെരി ഇൻട്രസ്റ്റിംഗ്. ശരിക്കും അറബി നാട്ടിൽ കിട്ടുന്നു ആ ഒരു ഡിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കുബൂസിന് നന്നാവും. ഞാൻ പൊതുവേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴോ മറ്റോ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ പരിചയക്കാർക്കോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അങ്ങനത്തെ ഒരു കടയുണ്ടോ അതൊന്ന് വാങ്ങാൻ പറ്റുമോ ആലോചിക്കാറുണ്ട്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാറുകളും ഈ എടുത്ത് വാങ്ങിയൊരു ബൈക്ക് എല്ലാം ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഡീലർഷിപ്പുകളിൽ നിന്ന് വാങ്ങിയാണ്. എന്നിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഒരു ഫ്രണ്ട് തരാൻ പറ്റുമെങ്കിൽ അവിടെ ചെയ്താൽ പറയാം. ബിസിനസ്സിന് നമുക്ക് സപ്പോർട്ട് ചെയ്തൂടെ? സിമ്പിൾ. ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് യൂറോപ്പിലാണ്. അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിൽക്കുക. അവിടെ അങ്ങനെ പല മൂവ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഒരാളൊരു പ്രസ്ഥാനം സ്വന്തം നാട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളതിനെ ആക്റ്റീവായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ സംഭവം വളരെ മോശമാണ്, ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടായൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആംഗ്രി മൃണാളിൻ്റെ ഏതൊരു വീഡിയോ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വരുമല്ലോ.
ബഹുഭൂരിഭാഗം കമൻസും ഇങ്ങനത്തെ ഒരു റവല്യൂഷണറി കോൺസെപ്റ്റ് കണ്ടിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ കോൺസെപ്റ്റ് റവല്യൂഷണറി ആണോ ഇല്ലയോ എന്നൊക്കെ വേറെ വിഷയം. അത് ജസ്റ്റ് പഴയ മെഗഡൊണാൾഡ്സിൻ്റെ അതിന് ഇൻസ്പയർഡ് ആയിട്ട് കൊണ്ടുവന്ന സാധനമാണ്. കുറച്ച് മലേഷ്യയിൽ നിന്നും ഒക്കെ കണ്ടു മനസ്സിലാക്കി ചെയ്ത സംഭവമാണ്. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല. സോ ഗെറ്റ് ട്രൈങ്. എന്താവും നമുക്കറിയില്ല. ഇപ്പം അവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് ചിലത് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ശരിയായില്ല, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ക്യൂ ആണ്, അവിടുത്തെ പെരുമാറ്റം ശരിയായി, എന്തൊക്കെയോ കമൻസ് ഉണ്ടാവും. അതൊക്കെ സാധാരണയല്ല. പക്ഷേ ഒരു കമൻറ്റ് എങ്ങനെയുണ്ട് ശ്രദ്ധപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടുമുക്കാല് കമൻസ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഐഡിയ ആണ്, അതോ കാർ പാർക്കിങ്ങിൻ്റെ അത് ഭയങ്കര നന്നായി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അങ്ങനെ ആരെങ്കിലും തുടങ്ങിയല്ലോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഗംഭീരമാണ്, നിങ്ങളുടെ ബിരിയാണി ബെസ്റ്റാണ്, കൊച്ചിയിലെ ബെസ്റ്റാണ്, കേരളത്തിലെ ബെസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. സാധാരണ നിങ്ങളുടെ ബീഫും കായ അതാണ് ഇതാണ് കുറേ കമൻസ് സാധാരണ. പക്ഷെ ഒരു കമൻറ്റ്, ആ കമൻറ്റ് റൈസ് ഇല്ലാതെ മട്ടൻ കഴിക്കും. എന്ത് മനുഷ്യന്നറിയില്ല. ഒരു സ്വീറ്റ് ഡിപ്പ് അതില്ലാണ്ട് കഴിക്കാനാവും. വളരെ സൂപ്പർ. ഒരുപാട് റൈസ് ബാക്കിയാവും. ഇത്രയും റൈസ് എങ്ങനെ രണ്ടുപേരും കഴിക്കുക? പ്രത്യേകിച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചിട്ടില്ല രണ്ടുപേരും. നിങ്ങൾ ഈ കാണുന്നതാണ് കമൻറ്റ്. ഇതിനെന്താണെന്ന് തോന്നുന്നൊരു ഇതെന്താ സാധാരണ അല്ലേ തോന്നുന്നു, നിഷ്കളങ്കമായ കമൻ്റ് അല്ലേ. പറഞ്ഞല്ലോ, ബഹുഭൂരിഭാഗം കമൻറ്റുകൾ ശ്രദ്ധിക്കാറില്ല. ബിരിയാണി ശരിയല്ല എന്ന് പറയുന്നവരോട് വേറെ എവിടെയെങ്കിലും പോയി ബിരിയാണി കഴിക്കാൻ പറയാറുണ്ട്. കാരണം അവർ പറയുന്ന ദിവസം ബിരിയാണി നല്ലതാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തൃപ്തിയാണെങ്കിലും അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഒരിക്കലും മാറ്റാറില്ല. സർ, ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, അല്ലെങ്കിൽ മാഡം നിങ്ങൾക്ക് വേറെ ബെറ്റർ ചോയ്സസും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ രീതിക്കനുസരിച്ച്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, കൺവീനിയൻസ് അനുസരിച്ച് കിട്ടും, ദയവ് ചെയ്ത് അവിടെ നിന്ന് കഴിക്കും എന്നാണ് ഞങ്ങൾ പറയാറ്. കാശിന് ഇഷ്ടത്തിനുണ്ട് ഈ മട്ടൻ്റെ കൂടി. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷനെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതിലും ഞങ്ങളങ്ങനെ കസ്റ്റമേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനും ഒരു കഥയുണ്ട്. അത് കോഴിക്കോട് സാഗര ഹംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഞാൻ പിന്നെ പറയാം. ഇത് ഓക്കെ ആണോ ആയിരിക്കും അല്ലേ? എന്തോ ഒരു എലിൻ്റെ അടുത്തേക്ക് വന്നൊരു ടേസ്റ്റ് വ്യത്യാസം അവിടെ ശരിക്കും വേറെ പറഞ്ഞു. ഒരു ഇത് കൂടെ കഴിച്ച് നിർത്താം, അല്ലെങ്കിൽ ആ മട്ടണിൽ നിന്ന് വന്നതൊരു ബാഡ് ടേസ്റ്റിൽ നിർത്തേണ്ടി വരും. എനിവേ, ഈ കമൻറ്റ് ഇത് എഴുതിയ ആൾ ഒരിക്കലും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പരിസരത്ത് വന്നിട്ടില്ല, ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്നറിയില്ല, ഒന്നും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, അവിടെ എന്താ പെരുമാറ്റം, എന്താ നടക്കുന്നത്, എന്താ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. ജസ്റ്റ് കമൻറ്റ് വിത്തൗട്ട് എൻക്വയറിങ്, വിത്തൗട്ട് ആസ്കിങ്, വിത്തൗട്ട് കമ്മിങ്. അതും സാധാരണയല്ലേ? ആണ്. സോഷ്യൽ മീഡിയ അതിനുള്ളതാണോ? നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി വരെ എന്തും പറയാനും എന്താ ഒരു കുഴപ്പമില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആർക്കെന്തോടെ പറയാം. അതും നമ്മുടെ പ്രശ്നമല്ല. ഞങ്ങളെ പറ്റി മോശം പറയുന്നതിനെ പറ്റി നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്തെങ്കിലും മോശം പറഞ്ഞു കിട്ടിയാലല്ലേ നമുക്കത് തിരുത്തണം വേണ്ടിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈയിടെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എടപ്പള്ളി റെസ്റ്റോറൻറ്റിൽ വന്നപ്പം അവർ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കണ്ടിട്ട് പറഞ്ഞപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മാനേജർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് പറയും പറ്റുന്നത്ര തവണ വരണം. കാരണം നമ്മൾ കാണാത്ത രണ്ട് കാര്യങ്ങൾ അവർ കണ്ടെന്നേ. അവർ വരുമ്പോൾ അവർ കണ്ടാലേ നമുക്കിത് തിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ഡെയിലി ബേസിൽ കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വന്നിട്ട് നോക്കിയപ്പോൾ അത് കണ്ടു. കാരണം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്ത് പല സാധനങ്ങൾ നമുക്ക് പ്രൊസീജിയർ ഉണ്ടെങ്കിലും SOP ഉണ്ടെങ്കിലും നമ്മൾ എത്ര സ്കിൽഡ് ആണെങ്കിലും എത്ര ട്രെയിൻഡ് ആണെങ്കിലും ചില സാധനങ്ങൾ വിട്ടുപോകും. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ കാണും. ക്രിറ്റിസിസം ഈസ് ഓൾവേസ് വെൽക്കം. പക്ഷേ ഇത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, നമുക്കത് ചെയ്യാനുള്ളതായിരിക്കണം. നമുക്ക് ഓൾറെഡി ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് വേറെ ആൾ പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല. അതൊക്കെ അങ്ങനെ അതിനൊക്കെ അതായത് നമുക്കുള്ള ഫീഡ്ബാക്കുകളെ കുറിച്ച് നമുക്ക് നല്ല ധാരണയാണ്. പിന്നെ എന്താ ഇതെന്ന് എനിക്ക് ചോദിക്കാം. ഈ മനുഷ്യൻ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് വെളിപ്പാടകലെയാണ്.
ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ട് കാലം കുറേ ആയി. ഞാൻ ഈ സംഭവം എൻ്റെ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു അതെ അയാൾ തന്നെയാണ്. യാതൊരു പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അവസാനം കണ്ടപ്പോഴും ചിരിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ അത് എന്തിനെങ്ങനെ പറയാം. അങ്ങനെ സംശയം എന്നെ വിളിച്ച് ചോദിക്കാം. എന്തായാലും എൻ്റെ നമ്പർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ നമ്പർ മിക്കവാറും കയ്യിലുണ്ടാവുമായിരിക്കും. ഇപ്പം നാട്ടിലെ SLC ഗ്രൂപ്പിലൊക്കെ എൻ്റെ നമ്പർ എൻ്റെ കൂടെ പഠിച്ചാലോ സീനിയറാണ്. ബട്ട് ഒരു എന്നെ വിളിച്ച് ചോദിച്ചിട്ട് അതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെ. പബ്ലിക്കായിട്ട് ഇത് പറയുന്ന സമയത്ത് ഇതൊരു നിഷ്കളങ്കമായ കമൻ്റ് തോന്നുമെങ്കിലും ഒരുപാട് തെറി എഴുതിയിട്ട് അതും ഇതും എഴുതിയിട്ട് വെക്കുന്നതിനേക്കാളും വളരെ വളരെ എഫക്റ്റീവായ രീതിയിൽ ഒരാൾ കാണുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് അറ്റാക്കിങ്, ഒരു സൈലന്റ് അറ്റാക്കിങ് മൂഡുള്ള കമൻറ്റാണ്. ഞങ്ങൾ എന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഫണ്ടമെന്റൽസ് എന്താണോ ഈ പ്രസ്ഥാനത്തിൻ്റെ, അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്. എന്തിനങ്ങനെ ചെയ്യുന്നത്? മൂപ്പരിക്ക് വേണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം, എന്ത് സംശയമാണോ ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത തവണ കൊച്ചിയിൽ വരുമ്പോൾ നേരിട്ട് വരാം. അതുമല്ലെങ്കിൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും അയക്കാം, നോക്കാൻ പറയാം. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ശശിയേട്ടനൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് പോയി. ഭയങ്കര രസമായിരുന്നു. എൻ്റെ നാട് പയ്യന്നൂരാണ്. അവിടുന്ന് വന്നിട്ട് കഴിച്ചിട്ട് പോകാൻ ഭയങ്കര രസമല്ലേ. ഇത്രയും അടുത്തുള്ള എൻ്റെ അമ്മയുടെ വീട്ടിൽ തൊട്ടടുത്ത് രാമൻകുട്ടി, എന്റെ രാമൻകുട്ടി അപ്പൊ അവന്റെ അമ്മയുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്. എന്നിട്ട് അവരെന്നോട് ഇങ്ങനെ ചെയ്യണം. അയാൾ ചെയ്തോട്ടെ, എനിക്കതിന് വിരോധമില്ല. അവിടെ കച്ചവടം ഡെയിലി ബേസിൽ കൂടുന്നല്ലാണ്ട് കുറയുന്നില്ല. ഇന്നത്തേനേക്കാളും കൂടുതലാണ് ഇന്ന്, മിനിഞ്ഞാന്നതിനേക്കാളും കൂടുതലാണ് ഇന്നലെ. ഓരോ ദിവസവും നമ്മൾ വീക്ക് ഓൺ വീക്ക് ആയാലും എങ്ങനെ കമ്പയർ ചെയ്താലും അത് കൂടിക്കൊണ്ടാണ്. സോ പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് us and we are grateful for that. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റുകളല്ല ഞങ്ങളുടെ പ്രശ്നം. പക്ഷെ ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ആ നാട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം അദ്ദേഹം വേറെ നാട്ടിൽ ജോലി ചെയ്യുന്നു, ഞാനിവിടെ ജോലി ചെയ്യുന്നു. കണ്ടച്ചിരിക്കുന്ന ആള് ഭയങ്കര അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ. ക്ലോസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവും എൻ്റെ കുടുംബം. എന്തിനാണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമ്മളുള്ള ഒരാൾ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമ്മൾ കൂടെ കണ്ടേ എന്തെങ്കിലും തെറ്റിട്ട് നമുക്ക് നേരിട്ട് പറയാമോ? പറഞ്ഞൂടെ? സിമ്പിൾ. അവിടേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളെ അവിടെ നിന്ന് അകറ്റുന്ന രീതിയിൽ ഒരു സാധനം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ, ഒന്നും അന്വേഷിക്കാതെ പബ്ലിക്കായിട്ട് എന്തൊരു ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞു നോക്കണേ, അത് ഈ 150 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ശരിയാണ്, വേറെ സ്ഥലത്ത് അത് കിട്ടും. 3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ കോടികൾ ചിലവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഫെസിലിറ്റീസ് കസ്റ്റമേഴ്സ് കിട്ടും. വെള്ളമായാലും എന്ത് സാധനമായാലും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. കാരണം അതിൻ്റെ ഫിൽട്രേഷനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. രണ്ടാമത്തെ ഞങ്ങളുടെ റണ്ണിങ് കോസ്റ്റാണ്. ഈ പറയുന്നൊരു സാധാരണ കടയിൽ ടോട്ടലി എത്ര എംപ്ലോയീസ് ഉണ്ടാവും അതിൻ്റെ 2 or 3 ഇരട്ടി ആൾക്കാരെ ക്ലീനിങ്ങിന് മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഹൈജീൻ പാടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പം തന്നെ ഭീകര കോസ്റ്റ് ഡിഫറൻസ് വന്നു. മൂന്നാമത്തത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് സാധാരണ ആരും ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ വില കൂടിയ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ വിലയുള്ള സാധനങ്ങൾ പലതും ഉപയോഗിക്കുന്നത്. പിന്നെ 150 രൂപയുടെ സാധനം വാങ്ങുന്നു. എത്ര കറികളുണ്ട്? 5, 6, 7. അതും ചോറും കൂടി 1 കിലോയിൽ മേലെ ഫുഡായി. എങ്ങനെ കഴിച്ചു തീർക്കും? ഇത് എൻ്റെ മുമ്പിൽ ഈ ഫുഡ് തന്നെ നോക്കാം. കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. ഞാൻ എത്ര ഇഷ്ടപ്പെട്ട ആ ഡിപ്പും ആ കുബൂസും ആ മട്ടനോട് ബാക്കിയിട്ട് അതെനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. കാരണം അങ്ങനെയല്ലേ, മനുഷ്യൻ എന്ത് കിട്ടിയാലും എന്ത് സാധനം കിട്ടിയാലും മനുഷ്യൻ്റെ ആർത്തി തീരില്ല. പക്ഷെ ഭക്ഷണത്തിനോട് മനുഷ്യനൊരു പോയിന്റ് നോ പറഞ്ഞേ പറ്റും. കാരണം ആ പോയിന്റ് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ലെന്നേ. 150 രൂപയ്ക്ക് ഈ പറയുന്ന വെജിറ്റേറിയൻ കറികൾ വാങ്ങിയിട്ട് ഇവിടെ കഴിക്കാൻ പറ്റൂല. 150 രൂപയിലേക്ക് എത്തണമെങ്കിൽ നോൺ വെജിറ്റേറിയനിലേക്ക് പോകണം. അതായത് ഒരു പീസുള്ള മീൻ കറി മേടിക്കുക, ചിക്കൻ ഫ്രൈ മേടിക്കുക, ചിക്കൻ കറി മേടിക്കുക, ബീഫ് കറി മേടിക്കുക, ബീഫ് ഫ്രൈ, എന്നാലേ അതിലേക്ക് എത്തുള്ളൂ. ഇത് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ.
നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെന്താ ഇങ്ങനെ? ഞാൻ ഒരാളെ വെച്ച് ജനറലൈസ് ചെയ്യല്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഏകദേശം ഉറപ്പ്, കാരണം ഞാനത് ഒരുപാട് ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അയാളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണ്ടേ? നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നമുക്ക് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അയാളോട് പറയാം, ഒക്കെ ചെയ്യാം, സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ ഈ കാര്യം 1.5 ദിവസത്തോളമായിട്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും എന്നോട് ഒരുപാട് പേര് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്നത്, ഞാൻ ഈ സംസാരിച്ച സ്ത്രീകൾ പറയുന്നത്, എൻ്റെ പൊന്നുമുണ്ടാളെ അല്ലെ ചേട്ടാ, അല്ലെങ്കിൽ അനിയ, മോനെ, ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് ഒരു സപ്പോർട്ട് ചെയ്തില്ല, പിന്നെയാണ് നാട്ടുകാർ. അതെന്താ അങ്ങനെ? നമ്മളെ ആളുകളെ നമ്മൾ കൂടെ പിന്നെ എന്തിനും നമ്മൾ ജീവിക്കുന്നത്? എനിക്ക് കൂടെ നിൽക്കുന്നില്ല, നമുക്ക് സൈലന്റായിട്ട് മിണ്ടായിരിക്കണം. എന്തിനീ അടി കൂടെ വാരാൻ നോക്കുന്നത്? എൻ്റെ ടീം പറഞ്ഞ പോലെ സാറേ, എത്രത്തോളം പേര് എവിടെ നിന്നൊക്കെ വാരാൻ നോക്കുന്നോ അത്രത്തോളം പവർഫുൾ ആവുകയുള്ളൂ നമ്മൾ. അവർക്കത് പറയാം, കാരണം ഈ മനുഷ്യനെ അവർക്കറിയില്ല. എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത്, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കണ്ടിരുന്നത്. ഇവിടെ എൻ്റെ അമ്മ ഇന്നലെ പറഞ്ഞു, അവനൊക്കെ പഠിക്കുന്ന കാലത്ത്, അമ്മ സ്കൂൾ ടീച്ചർ പഠിക്കുന്ന കാലത്ത് എവിടെയെങ്കിലും നല്ല രീതിയിൽ എത്തുമെന്ന് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. ഭയങ്കര വാത്സല്യത്തോടെ കണ്ടിരുന്നതാണ്. ഒന്നിക്കിൽ എൻ്റെ കാര്യം നിങ്ങൾ വിട്ടേ, ഹംസക്കട്ട ലൈനിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എന്താണെന്ന് പിന്നെ പറയാം. എൻ്റെ ഞാൻ തന്നെ നിന്നോളാം, നാട്ടുകാരൊന്നും വായിച്ചതിന് കുഴപ്പമില്ലാണ്ട്. മോഹൻലാൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഹംസക്ക, അതവിടെ കിട്ടാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒന്ന് ഭാര്യയോ അല്ലെങ്കിൽ വീട്ടിലൊരു ബന്ധുവോ നാട്ടുകാരനോ ആരെയും കൂടെ പഠിച്ച ആളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടിയോടെ വാരാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഈ ബില്ലില്ലേ നമ്മൾ വേസ്റ്റാക്കിയ ഫുഡിന് അടക്കമാണ്. അത് അവരുടെ തെറ്റല്ല, നമ്മളല്ലേ വേസ്റ്റാക്കിയത്, നമ്മൾ നോക്കി ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് ഒരു തരി പോലും വേസ്റ്റ് ആവാതെ, അതായത് കസ്റ്റമർ താല്പര്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇത് സംഭവിക്കും. അദ്ദേഹത്തിന് ഏത് ക്വാണ്ടിറ്റി ചൂസ് ചെയ്യാം, ഒരു തരി പോലും വേസ്റ്റ് ആവാതെ അദ്ദേഹത്തിന് ശ്രമിക്കാം. 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, അത്രയും സാധനം വേസ്റ്റായിട്ട് അത് കൊച്ചി കോർപ്പറേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ കിടന്ന് വൃത്തികേടാവില്ല അല്ലേ, നമ്മൾ പൈസ കൊടുത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നാലും. 2, കഷ്ടപ്പെട്ട് കൃഷിക്കാരനുണ്ടാക്കിയ അരിയും പച്ചക്കറിയും ആരോ കഷ്ടപ്പെട്ട് കൂറ്റി വളർത്തിയ പോത്തുമൊക്കെയാണ്. ആ അധ്വാനം വെറുതെ ആവില്ല അല്ലേ. 3, വെറുതെ ധനനഷ്ടം ഉണ്ടാവില്ല. കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയല്ല, എന്തിനാ വെറുതെ കളയുന്നത്? എന്തായാലും എൻ്റെ കാര്യം നിങ്ങൾ വിടൂ. സ്വന്തം കൂടപ്പുറപ്പോ ഭാര്യയോ സ്വന്തം കൂട്ടുകാരനോ എങ്കിലും പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരുമ്പോഴേ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മിണ്ടാതിരിക്കെങ്കിലും ചെയ്യാം. റിക്വസ്റ്റാണ്.